ഒരു സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിൻ്റെ എൻക്വയറിയാ. 30 ഔട്ട്ലെറ്റ് ഉണ്ട് അവർക്ക്. എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് എൻ്റെ പർച്ചേസ് മാനേജർ. ഒരു ദിവസം ഒരു ഔട്ട്ലെറ്റിൽ 5 പീസ് വെച്ച് പോയി കഴിഞ്ഞാൽ ഡെയിലി 150 പീസാ. പിന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ജനങ്ങളിലേക്ക് കൂടി എത്തിക്കഴിഞ്ഞാൽ കഥ മാറി മോളെ. കഥ മാറട്ടെ. പ്രവാസി നന്ദൻ വലിയ വ്യവസായി ആകട്ടെ. അസല് പേരയ്ക്ക. മോൾക്ക് കൊടുത്തോ? മോക്ക് കൊടുത്തോളാം. അപ്പോ ഡൈനിങ് ടേബിളിൽ മുകളിൽ വെച്ചാണ് പട്ടിയെ കളിപ്പിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമല്ലേ ഇത്? അപ്പോഴേക്ക് മാറ്റാലോ. പഴം കഴിക്കണോ? മാറ്റ്. ഈ പണ്ടാരത്തിന് വീട്ടിനകത്തിട്ട് കളിപ്പിക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. ഇത് നമ്മളെ പോലെ ഒരു ജീവിയല്ലേ അച്ഛാ? നമ്മളെ പോലെയോ? എടി അതൊരു പട്ടിക്കുട്ടിയാണ്. അതിനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് കൂടുണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ തന്നെ അത് ആ സോഫയിൽ കയറി കിടന്നിട്ട് അത് മൊത്തം അതിന്റെ രോമവും ഒരു വൃത്തികെട്ട നാറ്റവും. മോളു ഞാൻ പുറത്താ കൂട്ടിക്കൊണ്ടാക്ക്. എന്നിട്ട് കൈയും കാലൊക്കെ സോപ്പിട്ട് നന്നായിട്ട് കഴുക. ചെല്ല് 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 ചെല്ല്. എടുപ്പാ ചെല്ല്. ഗുഡ് 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 ഗേൾ ഗുഡ് ഗേൾ. പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താ അങ്ങോട്ട്? ഞാൻ എന്റെ മുറി കൊണ്ടേ കളിപ്പിച്ചോളാം. അപ്പൊ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കാൻ നിനക്ക് എന്താ എത്ര ബുദ്ധിമുട്ട്? അകടെയാണ് കൂട്ടില്. അപ്പു അതിനെ കൊണ്ട് കൂട്ടിലാക്ക്. അച്ഛൻ പറയുന്നത് കേക്ക്. സേതു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പരസ്യത്തിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ. പരസ്യത്തിന് വേണ്ടി ചെയ്തതൊന്നുമല്ലത്. വൈറലായിക്കോട്ടെ, എനിക്കതൊന്നും പ്രശ്നമല്ല. സേതൊരു കാര്യം ചെയ്യ്, അതെൻ്റെ വാട്സപ്പിലോട്ട് നയക്ക്. ശ്രീനിവാസന്റെ വീഡിയോ വന്നതിന് ശേഷം ഒരു അനക്കമൊക്കെ വെച്ചിട്ടുണ്ട്. വരട്ടെ വരട്ടെ, അനക്കം വരട്ടെ. പ്രൊഡക്ഷനൊക്കെ ഇത്തിരി കൂടി കൂട്ടണം. ദൈവമേ, ശ്രീനിവാസൻ സാറോ? സാറേ, സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നാവെടുത്തേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. ഞാൻ ടോട്ടൽ ഫ്രീയാ. ഓ പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം പ്രണയാലി പുഞ്ചിരിച്ച ദിവ്യയാ. വെറുതെ ഒന്ന് കാണാനല്ലേ അങ്ങനെ വിളിപ്പിച്ചത്, അല്ലാതെ സിനിമയിൽ അഭിനയിപ്പിക്കാനൊന്നുമല്ലല്ലോ. ആർക്കറിയാം, ഉച്ച തിരിഞ്ഞ് വീട്ടിലേക്കൊന്ന് ചെല്ലുമെന്ന് ചോദിച്ചിട്ടുള്ളൂ. എന്തായാലും മൂപ്പർക്ക് എന്നോടൊരു അടുപ്പം ഫീൽ ചെയ്തിട്ടുണ്ട്. വലിയ വലിയ സുഹൃത്ത് ബന്ധങ്ങളെ കൂടുതലെടുക്കുന്നത് ഇങ്ങനെയാണ്. സിനിമയിൽ എനിക്ക് മീറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഒരേ ഒരു സെലിബ്രിറ്റിയാ ശ്രീനിവാസൻ. എങ്കിൽ നീയും വാ. നീ മാത്രമാക്കണ്ട, മോളെയും കൂടി കൂട്ടിക്കോ. അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടാവില്ല. നന്ദേട്ടൻ പോയിട്ട് വാ. എടി, നീ സ്ക്രീനിൽ കാണുന്ന ആളെയല്ല ശ്രീനിവാസൻ. ഭയങ്കര ഫ്രണ്ട്ലിയാ. നീ വേറെ റെഡിയാവും. ഇതൊക്കെ എന്തിനാച്ചാ ഈ ചെടിയും വള്ളിയൊക്കെ? ജൈവ കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇങ്ങനെ ചില സാധനങ്ങൾ കിട്ടുന്നത് വലിയ ഇഷ്ടമാണ്. വണ്ടി നന്ദേട്ടൻ ഓടിച്ചു. വേണ്ട, നീ ഓടിച്ചാൽ മതി. കണ്ടില്ലേ മോളെ അച്ഛൻ്റെ ഈഗോ? എന്റെ വീട്ടുകാർ തന്ന കാറായതുകൊണ്ടാ ഈ ദുരഭിമാനം. അച്ഛൻ്റെ ഇവിടുത്തെ ലൈസൻസ് എക്സ്പയറി ആയി. പിന്നെ ദുബായ് ലൈസൻസ് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ആ RT ഓഫീസിന് അവിടെ പോയിട്ട് കാത്തു കെട്ടി കിടക്കണം. ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് മാറ്റാന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ നമ്മക്ക് എന്തൊന്നും ഈഗോ. നീ നോക്കിക്കോ അപ്പു, സ്വന്തമായി വേറെ കാറ് വാങ്ങുന്നത് വരെ അച്ഛൻ ലൈസൻസ് പുതുക്കില്ല. നീ വണ്ടി എടുക്ക്. നമസ്കാരം സാർ. അധികം വൈകാതെ തനിക്കൊരു വക്കീൽ നോട്ടീസ് വരും. അത് പറയാനാണ് വിളിച്ചത്. അയ്യോ, എന്തിനാണ് സാർ? പേഴ്സണലായിട്ട് ഞാൻ തന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്റെ മസാലപ്പൊടിയുടെ പരസ്യം ചെയ്യാൻ ആരോട് തനിക്ക് അനുവാദം തന്നത്? അയ്യോ സാർ, പരസ്യമായിട്ടൊന്നുമില്ല. എന്റെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അതൊക്കെ എനിക്ക് കോടതി പറഞ്ഞാൽ മതി. തന്റെ പേരിൽ ഞാൻ ചീറ്റിംഗ് കേസാണ് കൊടുക്കാൻ പോകുന്നത്. IPC 420 പ്രകാരം 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. അതിൻ്റെ കൂടെ സൈബർ ക്രൈം കൂടി ചേരുമ്പോൾ 2 വർഷം വേറെയും കിട്ടും. അപ്പോൾ പിന്നെ തൻ്റെ മസാലപ്പൊടി ജയിലിൽ വെച്ചുണ്ടാക്കാം. സോറി സാർ, ഞാനിത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. അറിയാതെ പറ്റിപ്പോയതാണ്, സോറി. എന്റെ ഭാര്യയും മോളുമാണ് സാർ. സാറിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൂടെ കൂട്ടിയതാ. ഇത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. പണ്ട് ഞങ്ങൾ അജ്മാനിലെ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദത്തിന്റെ പേരിൽ തമാശകൊന്നും തട്ടിക്കറിയതാ. ഓ, ഞാൻ പേടിച്ചു പോയി. ഹലോ 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 ലോറൻസ്, ലൈൻ കട്ടായി. അല്ല, ആളെ കിട്ടിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഡിലീറ്റ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഡിലീറ്റ് ഒന്നും ചെയ്യണ്ട, എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ. പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് പാടില്ല.
അതൊരിക്കലും ഉണ്ടാവില്ല സാർ. മായം ചേർത്തൊരു സാധനം പ്രവാസിന്ന് പുറത്തേക്ക് പോവില്ല. അത് മതി. സർ, ഞങ്ങൾക്കൊരു സെൽഫി. പിന്നെന്താ, സെൽഫി എടുത്ത് ഒരു കാപ്പിയും കുടിച്ചിട്ട് പോയാൽ മതി. കുറച്ച് കുരുമുളകിന്റെ തൈയാണ്. ആ, നന്ദനെന്താ ഈ ഫാമിലിയിലല്ലേ? കഴിഞ്ഞോ ഇപ്പൊ കഴിയേ കഴിഞ്ഞോ ഉണ്ട്. താങ്ക് യു ഡോക്ടർ. ഓക്കെ, വെൽക്കം. പോര് പോര്. ദുബായിലെ ജോലി പോയല്ലേ? പോയതല്ല, കളഞ്ഞതാ. ഓ, കുക്കിക്ക് വാക്സിൻ എടുത്തോ അമ്മ? അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇതെന്താ കാർ എടുത്തില്ലേ? ആ കാരവൻ എടുക്കില്ലല്ലോ. ശ്ശേ. കുക്കി എവിടെ? എവിടെ പോയത്? അച്ഛൻ അതിനെ കൊണ്ട് കളഞ്ഞോ? ഇതിലുണ്ടായിരുന്നേ. പിന്നെ എവിടെ പോയി? ഓ, ആ ജംഗ്ഷനിൽ ഒരു കാറുകാരന് വഴി പറഞ്ഞു കൊടുക്കാൻ നിർത്തിയിരുന്നു. അപ്പ ചാടിപ്പോയതായിരിക്കും. ഇപ്പൊ പിടിച്ചോണ്ടിരാം. കണ്ണുരുട്ടണ്ട, കൊണ്ടുവരാന്ന് പറഞ്ഞാ കൊണ്ടുവരാം. നീ പോയി ഡ്രസ്സ് മാറും, അത് പോവൊന്നുമില്ല. ഹലോ, ഇത് പോലീസല്ലേ? അപ്പു വന്ന് എന്തെങ്കിലും കഴിക്കേ. ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ കുക്കിയെ തിരിച്ചു കിട്ടുമോ? അച്ഛനൊരു ശ്രദ്ധക്കുറവ് പറ്റി. ഐ എം സോറി. ഒരു പട്ടിക്കുഞ്ഞല്ലേ, അതിനേക്കാൾ നല്ല ഒരെണ്ണത്തിന് നമുക്ക് വേറെ വാങ്ങാം. എന്നെയാണ് കാണാതായതെങ്കിൽ അച്ഛൻ വേറൊരെണ്ണത്തിന് വാങ്ങി അമ്മയ്ക്ക് കൊടുക്കുവോ? നിന്നെ പോലെയാണോ പട്ടിക്കുഞ്ഞ്? അച്ഛന് ഞാൻ എങ്ങനെയാണോ അതുപോലെ എനിക്ക് കുക്കി. യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്. കാര്യം എന്താന്ന് പറ ജൂലി. നിനക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറയുമ്പോൾ അത് എനിക്കും കൂടി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? എനിക്കിന്ന് PSCയുടെ മെമ്മോ കിട്ടി. ജോലിക്ക് ജോയിൻ ചെയ്യാൻ. ഇതല്ലേ ആദ്യം പറയേണ്ടിയിരുന്നത്. എവിടെയാ പോസ്റ്റിംഗ്? വയനാട് കളക്ടറേറ്റിൽ. പക്ഷെ ഞാൻ പോകുന്നില്ല. അതെന്താ? ഞാനിവിടെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ അടി കൂടുന്ന അച്ഛനെ മോളെ മാത്രമാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകും? അല്ല, അതിപ്പോ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒരു ഗവൺമെന്റ് ജോലി എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു. എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ ഞാൻ ചൂസ് ചെയ്ത ലൈഫ് ശരിയായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രൗഡ് മൊമെന്റ്. എനിക്കതിനുള്ള യോഗ ഇല്ലാന്ന് വിചാരിച്ചോളാം. ജോലി, ഞാൻ മോളോട് വഴക്കിട്ടതൊക്കെ നിനക്ക് ഈ ജോലിയെ വേണ്ടാന്ന് വെക്കാനുള്ള റീസണാണ്. ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ കൂടെ പോയതുകൊണ്ട് പല സ്ഥലത്തും നീ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. PSCയുടെ റാങ്ക് ലിസ്റ്റിൽ അവസാനത്തെ ചാൻസ് ആയിട്ട് ലോട്ടറി പോലെ ഇപ്പോൾ കിട്ടിയ അപ്പോയിൻമെൻറ്റേ അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ്. അത് മാത്രമല്ല നന്ദേട്ട, ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര ദിവസം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളത്? ഇനി എപ്പോഴാ? ജോലിയേക്കാളും എനിക്ക് വലുത് നമുക്കിപ്പോൾ ഉള്ള ഈ സെക്യൂരിറ്റിയും നമ്മുടെ ഈ ചെറിയ ലോകമൊക്കെ തന്നെയാണ്. അത് മതി എനിക്ക്. ഒക്കെ ശരിയാണ്. നമുക്ക് ഈ ജോലി ഒരു എക്സ്ട്രാ ഇൻകമായിട്ട് കാണണ്ട. നിന്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്, നിന്റെ അഭിമാനമാണ്. ജോലി സ്ഥലം കുറച്ച് ദൂരെയാണെന്നല്ലേ ഉള്ളൂ. ഇങ്ങോട്ടേക്കൊരു ട്രാൻസ്ഫർ കിട്ടിയ പ്രശ്നം തീർന്നില്ലേ? എന്തായാലും ഈ ജോലി കളയാൻ ഞാൻ സമ്മതിക്കില്ല.
മധുര സൂപ്പർ മാർക്കറ്റ് സ്റ്റാൻഡിനടുത്ത് വൈക്കം തലയോലപ്പുറമ്പ് ഏറ്റുമാനൂർ കോട്ടയം കുമളി കമ്പം വെട്ടൽ ഉഷ്ണാപ്പറ്റ വഴി പോകുന്ന മധുര ബസ് സ്റ്റാൻഡിനടുത്ത്. ഒരു ടാക്സി വിളിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോഴും ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഒരാൾക്ക് മാത്രം പോകാൻ എന്തിനാ ടാക്സി? മാത്രമല്ല ഇതാ സേഫ്. എന്നാലും ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഇങ്ങനെ. മോക്ക് എക്സാം ആയതുകൊണ്ടല്ലേ. സേവറെങ്കിലും ആൻറ്റി ഞാൻ ചെല്ലുമ്പോഴേക്കും ബസ് സ്റ്റേഷൻ ഉണ്ടാവും, ഒരു പേടിയും വേണ്ട. അച്ഛൻ എന്തെങ്കിലും വഴക്കിട്ട നേരെ ഫോൺ എടുത്ത് എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടാൽ മതി. ദൂരെയാണെങ്കിലും നിന്റെ അച്ഛനെ നിലയ്ക്ക് നിർത്താനുള്ള മരുന്നൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യനുമായ ദൈവമേ, സമൃദ്ധമായി ജീവൻ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. അമ്മേനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഫോൺ എടുക്കാൻ പോയിട്ട് ശ്വാസം വിടാൻ പോലും സമയമില്ലപ്പോൾ. അങ്ങനെ ഓഫീസ് ടൈമൊന്നുമില്ല. ചിലപ്പോൾ സന്ധ്യയാകും തിരിച്ചു പോകാൻ. അപ്പൊ വയനാട് പ്രകൃതി രമണീയാന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതി രമണി. ഇവിടെ വന്നിട്ട് ആകാശം പോലും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. ബോംബിൻ്റെ കൂടെ വെക്കുന്ന ആ ക്ലോക്കില്ലേ, അതേപോലെ സമയം പാർക്കുന്നത്. എൻ്റെ അമ്മോ, സർക്കാർ ഓഫീസിൻ്റെ ഒരഴപ്പ് ഇവിടെ നടക്കത്തില്ല. എൻജോയ് യുവർ ഡ്രീം അമ്മ. പ്രേയർ കഴിഞ്ഞ് ആരാ നിന്നെ ഡ്രോപ്പ് ചെയ്യുക? അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അവിടെ നിന്ന് കഴിക്കാൻ നിൽക്കില്ല. മാഡം, പക്ഷെ നസ്രാണി ഫുഡിനോട് വിരോധമൊന്നും ഉണ്ടാവില്ല. നീ അമ്മച്ചിയോട് പറഞ്ഞ അച്ഛനും കൂടി ഉള്ളതങ്ങ് പൊതിഞ്ഞെടുത്തു. അത് അമ്മച്ചി ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അമ്മ രാത്രി വിളിക്കുവോ? വിളിക്കാം. ജൂലിയറ്റ്, സർ, ഈ സാധനം ഇവിടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. പക്ഷെ ഞങ്ങളാരും ഇത് ഓഫീസ് ടൈമിൽ ഉപയോഗിക്കാറില്ല. സോറി സർ. ആ, അതെ, ടെക്സ്റ്റ് ചെയ്താൽ മതി. കോൾ ചെയ്താലേ അങ്ങനെ നോട്ടേ ഉള്ളൂ. മനസ്സിലായി. ഈ പ്രയറും കുരിശുവരക്കലൊക്കെ ആയിട്ട് നിന്റെ അമ്മ വീട്ടുകാർ നിന്റെ മാമോദീസ മുക്കുവോ? 18 വയസ്സായ പിന്നെ എന്റെ ഇഷ്ടം എന്നാണല്ലോ നിങ്ങൾ തമ്മിലുള്ള കരാറ്. അപ്പൊ തീരുമാനിച്ച പോരെ ഹിന്ദു ആവണോ ക്രിസ്ത്യൻ ആവണോ എന്നൊക്കെ. അത് കറക്റ്റാ. പക്ഷെ ഇതുവരെയുള്ള എൻ്റെ ഒരു ഒബ്സർവേഷനില് ക്രിസ്ത്യൻസിന്റെ ആചാരങ്ങൾക്ക് ഇത്തിരി ക്ലാസും എലിഗൻസും ഒക്കെ ഉണ്ട്. അയ്യോ, അതിനേക്കാൾ ഐശ്വര്യമില്ലേ നമ്മുടെ ആചാരങ്ങള്. കുളിച്ച് കുറി തൊട്ട് വിളക്ക് കൊളുത്തി ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ കിട്ടുന്ന ഒരു മനസമാധാനവും അനുഭൂതിയും. കൃഷ്ണ, എന്താ ഒരു ക്യാൻവാസിങ്. കുളിച്ചിട്ട് വേണ്ടേ അതിന് കുറി തൊടാൻ. ഇനി മോള് ചെന്ന് ഐശ്വര്യമായിട്ടൊരു ചായ ഉണ്ടാക്കി നോക്കട്ടെ. കൈപുണ്യം. കുളിക്കാത്ത ആള് ചായ ഉണ്ടാക്കിയ ഒരു ഐശ്വര്യം ഉണ്ടാവില്ല. അച്ഛൻ തന്നെ ഉണ്ടാക്കിയാൽ മതി. മടിച്ചി. ഒരു ലോഡ് എഴുതാനും പഠിക്കാനും ഉണ്ട്. ഇതൊക്കെ എപ്പ തീരും എൻ്റെ ഈശോയെ.
ഡയറി മിൽക്ക്. ചേച്ചി ഇതിന്റെ പാറ്റേൺ മാറ്റിയായിരുന്നോ? എന്തേ? അല്ല, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനാ. പുള്ളി എൻ്റെ നമ്പർ അറിയാതെ ബ്ലോക്ക് ചെയ്തു. പിന്നെ വാട്സാപ്പിൽ വിളിക്കണം. അതും ബ്ലോക്കായി. ഇൻസ്റ്റഗ്രാം? അതും. മനസ്സിലായി. മറ്റേ കുട്ടി നാണില്ലാത്തവനെ ഒരാൾ ബ്ലോക്ക് ചെയ്താൽ പിന്നെ പറയാൻ നടക്കരുത്. ഇതങ്ങനെ ശത്രുത ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ ഐ ലവ് യു പറഞ്ഞു. അറിയാതെ ഐ ലവ് യു? യെസ്. നമ്പർ പറ. 9895133776. എന്താടാ ഇതൊന്ന് നിർത്തി നിർത്തി പറ. 9895133776. ഹലോ, ഹായ് അപർണ, ഞാൻ സംഗീത. മോളുടെ കട്ട ഫാൻ രോഹിതിൻ്റെ ചേച്ചിയാ. കട്ടിയല്ലേ? ഞാൻ അവനൊന്ന് ഫോൺ കൊടുക്കാം. ഓവർ ആക്കില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഹലോ. ഓ വീട്ടുകാരെ ഇറക്കി കളിക്കുകയാണോ? അത് ബ്ലോക്ക് ചെയ്ത ഷോക്കിൽ ഞാനങ്ങ് ഇല്ലാണ്ടായി. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി. വെറുതെ സമയം കളയണ്ട രോഹിത്ത്. ഞാൻ ലേശം ഓൾഡ് സ്കൂളാ. ഓൾഡ് സ്കൂളാ? ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാ. സമയമാകുമ്പോൾ എൻ്റെ ഇഷ്ടം നോക്കി അച്ഛനും അമ്മ എനിക്ക് കുറേ ഓപ്ഷൻസ് തരും. അപ്പോൾ ഐ പിക്ക് ദ ബെസ്റ്റ് ഫ്രം ദം. സിമ്പിൾ അല്ലേ? അതിലും ബെസ്റ്റ് ഞാനാണെങ്കിലോ? അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടി തോന്നണ്ടേ? ഇന്ന് മുതൽ അവരെ ഇമ്പ്രസ് ചെയ്യാനുള്ള ശ്രമം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അമ്മ ഇമ്പ്രസ് ചെയ്യാൻ ഇനി വയനാട് വരെ പോകേണ്ടി വരും. അച്ഛൻ ഇവിടെ ഉണ്ട്. കാണുമ്പോൾ സോഫ്റ്റാ, പക്ഷെ ആളിത്തിരി ടെററാ. ടെറർ സോഫ്റ്റ് ആക്കിയാൽ പോരെ? ഏതൊരു ഫാദറിൻലോയും കൊതിക്കുന്ന സണ്ണിലോ ആയിരിക്കും ഞാൻ. ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ദുബായ് ചായ ഉണ്ടാക്കി തരാം. ദുബായ് ചായ തന്നെ കുടിച്ചാൽ മതി. എനിക്കിതേ ഓട്ടം ഉണ്ട്. രാത്രി കാണാം. ഒരു ഞായറാഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കണത്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ റെസ്റ്റ് ആയിരുന്നു. അച്ഛൻ. These are my friends. മാൻസി ബെസ്റ്റ് ഫ്രണ്ട്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ ബാക്കിയുള്ളവർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലാന്നല്ലോ. എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ. അല്ല, നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറമേ ഫുഡ് എന്തെങ്കിലും മേടിപ്പിച്ചേനെ. ഇല്ല സാറല്ല, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ച്. ചെറിയൊരു ഹൗസ് പാർട്ടി ആയിരുന്നു. കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അത് നെക്സ്റ്റ് വീക്ക് അങ്കിൾ ഞങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ. ഓ, എന്നാ പിന്നെ നിങ്ങൾ ഞാൻ അങ്ങോട്ട്. അല്ല, ഞങ്ങൾ ഇറങ്ങും അങ്കിൾ. ആണോ? ലേറ്റ് ആയിരുന്നു. ബൈ ബൈ ബൈ. എന്റെ ബാഗ് ഒന്ന് എടുക്കണേ അവിടെ. ബൈ ബൈ ബൈ. ഇത് ഞാൻ എടുത്തേ. ഓക്കെ ബൈ. അപ്പൊ എത്തിയിട്ട് വിളിക്കാം. ബൈ അങ്കിളെ. അങ്കിൾ ബൈ. കമ്പൈൻ സ്റ്റഡിയും ഫ്രണ്ട്സിന്റെ വീട്ടിലുള്ള കൂടുതലൊക്കെ ഇപ്പോഴത്തെ കുട്ടികളുടെ പതിവാ. നന്ദേട്ടൻ അതിന് പാനിക്കാവുന്ന എന്തിനാ? പാനിക്കാവണതല്ല, എങ്കിലും ഈ ആൺകുട്ടികളുമായിട്ട് ആവശ്യത്തിൽ കൂടുതലുള്ളൊരു ഇന്റിമസി അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. ഇപ്പോഴത്തെ പിള്ളേർ നമ്മളെക്കാൾ ഫോർവേഡായി ചിന്തിക്കുന്നവരാണ്. അവരത്രയ്ക്ക് ഫ്രീ ആയി പെരുമാറുന്നത് അവരുടെ മനസ്സിൽ കള്ളത്തരമില്ലാത്തത് കൊണ്ടാ. അതെ, കണ്ടിന്യൂസ് ആയി മിസ് കോൾ കണ്ടപ്പോൾ ഞാനാകെ അങ്ങ് പേടിച്ചു. ഇവിടെ പാക്കിങ്ങിന്റെ തിരക്കിലായിരുന്നു. സേവിയർ അങ്ങളുടെ വീട്ടിൽ നിന്ന് പോന്നു. ഓ, ഓഫീസിൽ നിന്ന് ഞാൻ എത്തുമ്പോഴേക്കും ആൻറ്റി ഡിന്നറൊക്കെ ഉണ്ടാക്കി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഗസ്റ്റായിട്ട് താമസിക്കുന്ന പോലെ. കറക്റ്റ് ടൈമിൽ ഫാത്തിമയുടെ റൂംമേറ്റ് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. ഞാൻ ബാഗും പെട്ടിയെടുത്ത് നേരെ ഇങ്ങ് പോന്നു. എത്തി ഒന്ന് സെറ്റിലായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചതാ. സത്യത്തിൽ തിരക്കൊക്കെ മടുത്തു നന്ദേട്ടാ. വീട് നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നു. പക്ഷേ മക്കളുടെ കാര്യത്തിൽ എപ്പോഴും പേരൻസിൻ്റെ ഒരു കണ്ണ് വേണം. ഇതെന്തിനാച്ചാ പെട്ടെന്ന് ഇവിടെ CCTV ഒക്കെ വെക്കുന്നത്? സെക്യൂരിറ്റിക്ക് വേണ്ടിയല്ലേ അപ്പൂ. അന്ന് കള്ളം കയറിയ ദിവസം ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ അച്ഛന് ദുബായിൽ ഇരുന്നുകൊണ്ട് അത് മൊബൈലിൽ കാണായിരുന്നു. ഓ പിന്നെ, പാതിരാത്രിക്ക് ഉറക്കം ഒഴിച്ച് അച്ഛൻ ഇതും നോക്കിയിരിക്കുകയാണല്ലോ. ഇനി അഥവാ കണ്ടാൽ തന്നെ അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കാന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യാ? അച്ഛൻ ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങള് അച്ഛൻ ഫാക്ടറിയിൽ ഇരുന്നുകൊണ്ട് കാണും. രമേട്ടാ, ഈ ബില്ലിലുള്ളതൊക്കെ കമ്പ്യൂട്ടറിൽ കയറിയിട്ടുണ്ടല്ലോ അല്ലേ? ഇത് മുഴുവനും കയറ്റിയിട്ടുണ്ട്. ഓ, എന്നിട്ട് വന്നേ.
आपकी बेटी है हाँ बहुत सुंदर है അതിന് अല്ല अच्छन को इतना सौंदर्य है तो मोളും सुंदरी होगी പണിയെടുക്കട്ടെ പണിയെടുക്കട്ടെ. ഓടാ. വളവ് വരുമ്പോൾ ഇൻഡിക്കേറ്റർ കേട്ടാ. വളച്ചോളോ ഇങ്ങനെ പോരട്ടെ. ആ ഓക്കെ. ഇതിനാണ് മോളെ കൊണ്ട് ഐസ്ക്രീം മേടിക്കാൻ പോക്കല്ലേ? അച്ഛന് വല്ല ബോധമുണ്ടോ? പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചാലേ പേരൻസിനാണ് പിടിച്ച് അകത്തിടുക. അവള് നന്നായിട്ട് വണ്ടി ഓടിക്കണ്ടാ. നിന്നോട് ലൈസൻസ് കിട്ടുന്നവർ വണ്ടി എടുക്കാൻ പാടില്ല നമ്മ പറഞ്ഞിട്ടില്ലേ? ഒരു സാധനം പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് എന്തത്ര വലിയ വാശി. മോളിങ്ങോട്ട് പോരെ, അമ്മമ്മ നല്ല പാലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കൂടി കൊഞ്ചിച്ച അവളെ വഷളാക്കിയത്. നീ ഒന്നും മിണ്ടാതിരിക്കുക, അതിലൂടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വയസ്സായ അച്ഛനെ വെച്ചോണ്ടല്ലേ അവള് വണ്ടി ഓടിച്ചത്. എവിടെയെങ്കിലും പോയി തട്ടുവോ മറിയോ ചെയ്തിരുന്നെങ്കിൽ ആരാ സമാനം പറയാ? എടി അവിടെ നിൽക്കാൻ. അപ്പോ മോളെ അപ്പോ ദേ നിന്റെ ഐസ്ക്രീം പോയി വിളിച്ചോണ്ടാ. ഞാൻ നടന്നു വെക്കോളാം. കേറാനല്ലേ പറഞ്ഞത്? ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെയ്യണ്ട അപ്പു. ഈ ടീനേജ് എന്ന് പറയുന്നതേ നമ്മുടെ ക്യാരക്ടർ രൂപപ്പെടുന്ന പ്രായമാണ്. അനാവശ്യമായിട്ടുള്ള വാശിയും അനുസരണക്കേടൊക്കെ ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നീട് നിനക്ക് പോലും നിന്നെ തിരുത്താൻ പറ്റാണ്ടാവും. അച്ഛനോട് വരുന്നവരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഓ, അപ്പൊ എന്റെയാണോ കുഴപ്പം? ആയിരിക്കും. 10-14 കൊല്ലമായിട്ട് അച്ഛൻ തരാതെ വെച്ചിരുന്ന അടിയൊക്കെ എന്റെ മോള് ഹോൾസെയിലായിട്ട് മേടിക്കുന്ന തോന്നുന്നു. എനിക്കിന്ന് ഫുഡ് വേണ്ട. ഗുഡ് നൈറ്റ്. അപ്പോ അപ്പോ ലഞ്ച് ബോക്സ് എടുത്തില്ല. ഈ വീക്കെൻഡില് വീട്ടിലൊന്ന് പോയി വരാന്ന് വിചാരിക്കാം. ആ മൺഡേ ലീവ് കിട്ടിയിരുന്നെങ്കിൽ. മൺഡേ മാത്രമല്ല, ഈ സാറ്റർഡേയും സൺഡേയും ആർക്കും ലീവില്ല. റിലീഫ് ക്യാമ്പിൽ ഡ്യൂട്ടി ഉണ്ടല്ലോ അവർക്കും. മോളെ വിട്ട് ഇത്രയും ദിവസം ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത്. അതുകൊണ്ടാ സാർ. എന്നാ പിന്നെ മോളെ നോക്കി വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നു. ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ ജോലിക്ക് വന്നത്? ഈ ഓഫീസ് ഒരു എമർജൻസി സെന്റർ കൂടിയാണ്, അത് ഓർത്താ കൊള്ളാം. ആ വരും. തഹസിൽദാരുടെ ഒപ്പൊക്കെ ഉണ്ടല്ലോ? ഉണ്ട് സാർ. ഇനി കമ്പനിയിലേക്ക് തിരിച്ചു പോകണ്ട. വണ്ടി വീട്ടിലിട്ടിട്ട് രാവിലെ കൊണ്ടുവന്നാൽ മതി. ഡാമേറ്റിനോട് ഞാൻ പറഞ്ഞോളാം. എന്താ ലൈറ്റ് ഒന്നും ഇടാത്ത? അപ്പോ അപ്പോ ഇന്നിവിടെ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. തന്നെയല്ല, നന്ദൻ വൈകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങോട്ട് പോയില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ലേ? ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ കാണും. അല്ല, കാണും. ലോറൻസ് വരുമ്പോ പറഞ്ഞാൽ മതി. ഞങ്ങളെല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ട് നിൻ്റെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ പലരും ഞങ്ങളോട് പറഞ്ഞു റിയാക്ട് ചെയ്യണം. അന്നത്തെ കമ്മീഷണറും MLA ഒക്കെ അപ്പച്ചൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ അന്ന് അപ്പച്ചൻ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? അവളെ വിഷമിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. അതാണ് മോളെ ഈ കുടുംബത്തിൻ്റെ കൾച്ചർ.